മണവളച്ച പ്രിയമുള്ള റൂബി മാജോ ദമ്പതികളെ, റൈഫൻ ടെസി ദമ്പതികളെ, അതുപോലെ തന്നെ ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുന്ന അപ്രേം ഷൈനി ദമ്പതികള്, മറ്റു ഭാരവാഹികള്, പിന്നെ ഗ്രേസ് ട്രിപ്പിൾസിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ ദമ്പതികളെയും പ്രത്യേകമായിട്ട് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ അതിരൂപത ദമ്പതികളെ പരിപോഷിപ്പിക്കുന്നതിൽ മറ്റ് ഏത് രൂപതകളെക്കാളും കേരളത്തിലും ഇന്ത്യയിലും മികച്ചു നിൽക്കുന്ന ഒരു രൂപതയാണെന്ന് പറയാനും അത് കേൾക്കാനും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും ദമ്പതികൾ ഇവിടെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ കപ്പിൾസ് മിനിസ്ട്രിയുടെ വലിയൊരു വിജയത്തിന്റെ അടയാളമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം നേരത്തെ ജോസഫ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അച്ഛന്മാരുടെ സഹകരണമുണ്ട്, പക്ഷെ ദമ്പതികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്രയും ദമ്പതികളെ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച വിവാഹം എന്ന കൂദാശയെ നമ്മുടെ അതിരൂപതയിൽ നന്നായി പരിപോഷിപ്പിക്കാൻ ഏകദേശം 5.5 ലക്ഷത്തോളം 1,25,000 കുടുംബങ്ങൾ നമുക്കുണ്ട്. അതിൽ ഒരു കുറച്ച് ശതമാനത്തെ എങ്കിലും നമുക്ക് ഇപ്രകാരം പോഷിപ്പിക്കാനായിട്ട് കഴിയുന്നത് വലിയൊരു കാര്യമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മണവാളസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ശുശ്രൂഷ ഗ്രേസ് ട്രിപ്പിൾസിനെ വളരെ സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശുശ്രൂഷ ഓർഗനൈസ് ചെയ്യാനായിട്ട് അച്ഛനായിട്ട് നേതൃത്വം, അതുപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പൊ നമ്മൾ 30 പ്രാവശ്യമാണ് ഇതുപോലെ ഒരുമിച്ച് വരാനായിട്ട് പോകുന്നത്. ദൈവാനുഗ്രഹത്താൽ എനിക്ക് വിഷയം അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏതായാലും നമുക്ക് ആദ്യത്തെ വിഷയം അവതരിപ്പിക്കാം. നമ്മുടെ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വിഷയത്തെക്കുറിച്ചും ഞാൻ ആദ്യം ഒരു അവതരണം നടത്തും. അതിനുശേഷം നമ്മുടെ കൂടെ 4 കപ്പിൾസ് ഉണ്ട്. അവരായിരിക്കും അടുത്ത 4 മാസത്തെ വിഷയങ്ങളിൽ ഷെയറിങ് നടത്തുക. മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനായിട്ട് അവസരമുണ്ട്, പക്ഷേ അതിന് കൃത്യമായ അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ നമ്മൾ ഗ്രേസ് ട്രിപ്പിൾസ് ഒരുമിച്ച് കൂടുന്നത് പോലെ തന്നെ ഈ 4 കപ്പിൾസ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുമിച്ച് കൂടി അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഗ്രേസ് ട്രിപ്പിൾസ് നമ്മൾ ചെയ്യുന്നത് പോലെ അടുത്ത മാസം എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുത്ത് പിരിയുന്നതാണ് നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യം 1 മണിക്കൂറിനകം തീർക്കാമെന്ന് കരുതുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ സ്വാഗതമൊക്കെ വന്നതുകൊണ്ട് ഒരല്പം വൈകിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കത് മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ്: ഈ വിവാഹത്തിലെ സ്നേഹത്തിന്റെ യുണീക്ക്നെസ് അല്ലെങ്കിൽ തനതാത്മകത എന്താണ്? വിവാഹത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമാണല്ലോ. നേരത്തെ മണവാളച്ചൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദാമ്പത്യം ഒരു പ്രണയാനുഭവം, അതാണല്ലോ ഇതിന്റെ കാതൽ എന്ന് പറയുന്നത്. അതിന്റെ യുണീക്ക്നെസ് എന്താണ്? കാരണം നമ്മൾ ഈ ഗ്രേസ് ട്രിപ്പിൾസ് ട്രെയിനിങ് തുടങ്ങുമ്പോൾ ആദ്യത്തെ വിഷയം തന്നെ നമുക്ക് എത്തേണ്ടതായ സ്ഥലം എവിടെയാണ് എന്ന് ഫിക്സ് ചെയ്യലാണ് ആദ്യത്തെ വിഷയത്തിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് വാട്ട് വി വാണ്ട് ടു റിയലൈസ് ഇൻ അവർ മാരിറ്റൽ ലൈഫ്. നമ്മുടെ വിവാഹ ജീവിതത്തിൽ എന്താണ് നമുക്ക് സാധിച്ചെടുക്കേണ്ട കാര്യം? ഇപ്പം മക്കളെ വളർത്തുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പക്ഷെ അതിനേക്കാൾ സാധിച്ചെടുക്കേണ്ട കാര്യമാണ് ഭാര്യ ഭർത്താവും തമ്മിലുള്ള ലയം, രണ്ടുപേരുടെ ഒരുമിച്ച് ചേരുന്ന ഒരു പ്രണയത്തിന്റെ ഒരു ബന്ധം. അതാണ് ഇതിന്റെ കാതൽ എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നിങ്ങൾ എല്ലാവരും കല്യാണം കഴിച്ച് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും ഈ ജീവിതം മടുത്തിട്ടില്ലേ? ഇയാളെ കല്യാണം കഴിച്ചത് ചില സമയത്തെങ്കിലും തോന്നിപ്പോയിട്ടില്ലേ വേണ്ടായിരുന്നു എന്ന്? അല്ലെങ്കിൽ ജീവിതം തന്നെ വേണ്ടായിരുന്നു ചിലപ്പോൾ തോന്നിയിട്ടില്ലേ? തോന്നിയവരൊക്കെ എൻ്റെ മുമ്പിൽ ഇരുന്ന് ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അല്ല, എല്ലാവരും തന്നെ ചിരിക്കുന്നുണ്ട്, കാരണം ഒട്ടുമിക്കവർക്ക് അത് തോന്നിയിട്ടുണ്ട്. കാരണം അത്ര അങ്ങോട്ട് ഈ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണോ ഒരുമിച്ച് ജീവിക്കുന്നതാണോ എളുപ്പം? കല്യാണം കഴിക്കണേക്ക് മുമ്പ് ആൾക്കാർ പറയും ഒരുമിച്ച് ജീവിക്കുന്നത് വളരെ സുന്ദരാന്ന് പറയും, പക്ഷെ ഒരുമിച്ച് ജീവിതം ആരംഭിച്ച് കഴിയുമ്പോൾ പറയും ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും. എളുപ്പം ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണെങ്കിലും സുന്ദരം ഒരുമിച്ച് ജീവിക്കുന്നതാണ്. പക്ഷെ ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല കഴിവുകൾ നമുക്ക് അനിവാര്യമാണ്. ഒരുമിച്ചുള്ള ഒരു ജീവിതം അത്ര എളുപ്പമല്ല. പലരും മടുത്ത് വിവാഹം മോചനത്തിനൊക്കെ അപ്ലൈ ചെയ്ത്, ഇപ്പൊ നമ്മുടെ എറണാകുളം ജില്ലയിലാണെങ്കിൽ 4 കുടുംബ കോടതി ഉണ്ടെന്നാണ് പറയുന്നത്. അത്രമാത്രം കേസുകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മടുപ്പ് അനുഭവപ്പെടാനേ, മടുത്ത് പോവുകയാണ്. ഇന്ന് ഞാനിപ്പോ ഒരു കേസ് ഡീൽ ചെയ്തത്, കല്യാണം കഴിഞ്ഞ് 14 വർഷം എത്തിയപ്പോ ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി. നല്ല ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ദമ്പതിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഓൾ ഓൺ എ സഡൻ വിത്തിൻ 6 months
ഒരു പുതിയ സ്ത്രീയെ പരിചയപ്പെട്ടു. അത് അവരുടെ ജോലി സ്ഥലത്ത് തന്നെ മാനേജറായിട്ട് വന്ന സ്ത്രീയാണ്. അവസാനം അവരുമായിട്ട് ഭർത്താവിന് ബന്ധം കൂടി, അതാകെ പ്രശ്നമായി. ഇപ്പോ ഭർത്താവ് അവളുടെ കൂടെ ജീവിക്കുകയാണ്. എന്ത് ചെയ്യും? 2 പിള്ളേരുണ്ട്. ഇതുപോലത്തെ ഒത്തിരിയേറെ തകർച്ചകളും തളർച്ചകളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ജീവിതമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും ഇതുപോലെ തന്നെ വളരെയധികം, ഇതുപോലെ ഞാൻ ഉദ്ദേശിച്ചത്, പല വിധത്തിലുള്ള സ്കില്ല് ഉപയോഗിച്ചിട്ടാണ് ഇവിടം വരെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ സ്നേഹത്തിന്റെ കാതൽ എന്താണ്? വാട്ട് ഈസ് ദ കോർ ഓഫ് യുവർ ലവ്, മാരിറ്റൽ ലവ്? വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹമൊക്കെ ഉണ്ട്. ഈ സ്നേഹത്തിന്റെ കാതൽ എന്താണ്? ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാം, അതിനുശേഷം നമ്മുടെ 4 ദമ്പതികൾ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ അനുഭവം വെച്ചിട്ട് നമ്മളോട് ഷെയർ ചെയ്യും. അതിനുശേഷം ഞാൻ കൺക്ലൂഡ് ചെയ്തോളാം. ശരിക്കും ഈ വിവാഹത്തിലെ സ്നേഹം എന്ന് പറയുന്നത്, അത് അവതരിപ്പിക്കാൻ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരോട് ചോദിച്ചാൽ, സിനു, സിജോ, ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? സിനു, സിജോ. ഓക്കെ. സിനു ഭാര്യയാണ്? സിനു ഭാര്യയല്ലേ? അതെ, സിനുവിനോട് ചോദിക്കാം. അപ്പൊ പിന്നെ എളുപ്പമുണ്ടാവില്ലേ? സിനു, കേൾക്കാവോ? കേൾക്കാം. ഈ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നതാണോ ഭിക്ഷക്കാരന് ഭക്ഷണം കൊടുക്കുന്നതാണോ എളുപ്പം? വ്യത്യാസം ഇല്ലേ? എന്നെ കേൾക്കുന്നു? കേൾക്കാവോ? അതായത് ചോദ്യം ഒന്നുകൂടി പറയാം. ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നതാണോ ഭിക്ഷക്കാരന് ഭക്ഷണം കൊടുക്കുന്നതാണോ എളുപ്പം? ഭിക്ഷക്കാരന് കൊടുക്കുന്നതാണ് അല്ലേ? ഈ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുന്നത് ഇച്ചിരി ടഫാണല്ലേ? കാരണം ഇയാൾക്ക് എല്ലാ ദിവസവും കൊടുക്കണ്ടേ? അങ്ങനെയല്ല, ഭിക്ഷക്കാരെന്ന് പറയുമ്പോൾ പൊക്കോളൂല്ലോ. ഭർത്താവ് കഴിച്ചോണ്ട് പോവില്ലല്ലേ? അല്ല, ചിലപ്പോ അത് എന്തെങ്കിലുമൊക്കെ അതിന് ഇത് പറയില്ലോ, ക്രിറ്റിസൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഭയങ്കര ഡിമാൻഡ്. അതെ, കെയർ ചെയ്ത് ചെയ്യണം. ഭിക്ഷക്കാരൻ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ ആ വഴിക്ക് പൊക്കോളും, കിട്ടിയത് വലിയ ഔദാര്യമായി കണ്ടു പൊക്കോളും. പക്ഷെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് ഏതാണ്ട് അവകാശം പോലെ കാണുന്നത്. ശരിയല്ലേ? ഇത് തന്നെ ഈ ബന്ധത്തിന്റെ വളരെ ഒരു വ്യത്യസ്തമായ കാര്യമാണ്. അതായത് ഒരു ഭിക്ഷക്കാരന് നമ്മൾ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു നല്ല ക്വാളിറ്റിയാണ്, പാവപ്പെട്ടവരോടുള്ള എൻ്റെ കരുണയാണ്, അത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്, എൻ്റെ മനസ്സിന്റെ ഒരു ഭാവമാണത്, മനോഭാവമാണത്. അപ്പൊ ഞാൻ അങ്ങനെ പാവപ്പെട്ടവർക്കും ഭിക്ഷക്കാർക്കും അല്ലെങ്കിൽ അതുപോലുള്ളവരോടൊക്കെ കരുണയുള്ളവർ ഞാനൊക്കെ സാമ്പത്തികമായി സഹായം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അത് എൻ്റെ ഒരു കഴിവാണ്, എൻ്റെ ഒരു ക്വാളിറ്റിയാണ്, എൻ്റെ നന്മയാണത്. എന്നാൽ വിവാഹത്തിൽ വരുമ്പോ ഭർത്താവിന് ഭക്ഷണം കൊടുക്കും, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കും. ഇത് എൻ്റെ നന്മ മാത്രമല്ല, അതിനപ്പുറം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വൺനെസ്, അല്ലെങ്കിൽ ഒരു ഒരുമ, അല്ലെങ്കിൽ ഒരു ബന്ധം, അതായത് നമ്മുടെ ഒരു ഇൻഡിവിജ്വലിന്റെ നന്മ എന്നതിനേക്കാൾ അപ്പുറം 2 പേരും കൂടിയിട്ട് ഒരു മൂന്നാമത്തെ ഒരു എൻറ്റിറ്റി, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു യാഥാർത്ഥ്യം, അതായത് ഒരു കപ്പിൾനെസ്, ഒരു ദാമ്പത്യം, അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയുന്ന ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ്സ് ഉണ്ടാവുന്നത്, എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുന്നത്. നമ്മളൊരു റെസിപ്രോസിറ്റി പ്രതീക്ഷിക്കുന്നത്. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സിനു കല്യാണം കഴിച്ച ആദ്യ നാളുകളിൽ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഐ ലവ് യു എന്ന്. ശരിയല്ലേ? അപ്പൊ ഈ ചേട്ടൻ സിനുവിനോട് പറഞ്ഞിട്ടുണ്ട് ഐ ലവ് യു ടു എന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അങ്ങനെ 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറെ നാളൊക്കെ ജീവിച്ചിട്ടുണ്ട്. റെസിപ്രോസിറ്റി, അതായത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഏതെങ്കിലും വിധത്തിൽ അത് തിരികെ വരണമെന്നൊരു ഫീല് നമുക്കുണ്ട്. അത് ഭിക്ഷക്കാരന് കൊടുക്കുമില്ല. ഭിക്ഷക്കാരന് കൊടുക്കുമ്പോൾ അയാൾ താങ്ക്സ് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഭർത്താവിന് കൊടുത്തിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഫീലുണ്ട്. അതിന്റെ കാരണം ഈ ബന്ധത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് 2 പേരും കൂടി ചേർന്നിട്ട് ഒന്നായി തീരുന്ന ഒരു അനുഭവമുണ്ട്, ഒരുമ, ഐക്യം.
ഞങ്ങൾ ഇനിമേൽ രണ്ടല്ല ഒന്നാന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയുള്ള ഒരു ഐക്യം, അത് എൻ്റെ ഒരു നന്മ മാത്രമല്ല സ്നേഹം എന്ന് പറയുന്നത്, അതിനപ്പുറം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേരുന്ന ഒരവസ്ഥയാണ്. അതാണ് വിവാഹത്തിലെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാലോ, വിവാഹത്തിലെ സ്നേഹം പരോപകാര പ്രവൃത്തിയൊന്നുമല്ല, ചാരിറ്റി ഒന്നുമില്ല. യു എക്സ്പെക്ട് സംതിങ് ബാക്ക്, isn't it? നിങ്ങൾ തിരിച്ചു ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. വേണമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? വേണം, അതാണ്. അപ്പൊ ഇവിടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റെസിപ്രോസിറ്റി, പാരസ്പരികത, രണ്ടുപേരോട് ഒരുമിച്ച് ചേരുന്ന ഒരു ബന്ധം. അതാണ് ഈ ബന്ധത്തിലേക്ക് എങ്ങനെയാ വന്നത്. അതാണ് വിവാഹ ജീവിതത്തിന്റെ വളരെ തനതാത്മകമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി തന്നെ മുഴുവനുമായി അടുത്ത വ്യക്തിക്ക് കൊടുത്തു, അടുത്ത വ്യക്തി തന്നെ മുഴുവനുമായും ഈ വ്യക്തിക്കും കൊടുത്തു. അങ്ങനെ രണ്ടുപേരും മുഴുവനുമായിട്ട് കൊടുത്തു. ഈവൻ അപ്പനമ്മയ്ക്കുള്ളത് പോലും ഭാര്യയ്ക്ക് കൊടുത്ത ഭർത്താക്കന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതുപോലെ തിരിച്ച് ഭാര്യമാരും, അല്ലേ? നിങ്ങൾ കല്യാണം കഴിച്ചപ്പോ 50% ഭർത്താവിനും 50% അപ്പനമ്മയ്ക്കല്ലല്ലോ ആക്കി വെച്ചത്. 100% ഭർത്താവിന്, 100% ഭാര്യയ്ക്ക് തങ്ങളെ തന്നെ മുഴുവനുമായിട്ട് നൽകാണ്. ആ മുഴുവനുമായി നൽകുന്നത് കൊണ്ടാണ് ആ ബന്ധം സ്ഥായിയായി നിൽക്കുന്നത്. അവിടെ ഒരു വ്യക്തിയെ തന്നെ മുഴുവനുമായി നൽകുന്നത് കൊണ്ട് അതിനകത്ത് ശരീരം, മനസ്സ്, ആത്മാവ്, അതായത് ഒരു വ്യക്തി ഇൻ ടോട്ടാലിറ്റി മൊത്തത്തിൽ അതിൽ ഉൾപ്പെടാണ്. ഇതാണ് വിവാഹത്തിലെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്കറിയാലോ, ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും ആഴവും പരപ്പും ഉള്ളത് മാതാപിതാ മക്കൾ ബന്ധത്തിന് പോലും അതില്ല. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആഴം മാതാപിതാ മക്കൾ ബന്ധത്തിന് ഇല്ല എന്ന് വേണം നമ്മൾ ഓർക്കാൻ. അതിന്റെ കാരണം എന്താ? ഇറ്റ്സ് എ ടോട്ടൽ സെൽഫ് ഗിൽറ്റ്, തന്നെ മുഴുവനുമായിട്ട് നൽകാം. അപ്പൊ വിവാഹത്തിന്റെ കാതൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, രണ്ടു വ്യക്തികള് തങ്ങളെ തന്നെ മുഴുവനുമായി നൽകി പരസ്പര സ്നേഹത്തിൽ ഒരു ഐക്യം റിയലൈസ് ചെയ്യുക. ആ ഐക്യം ജീവനിലേക്ക് വഴി തുറക്കുക. അത് കുഞ്ഞുങ്ങളാകാം, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ നടത്തുന്ന ചില സൃഷ്ടികളാകാം, സൃഷ്ടി എന്ന് ഉദ്ദേശിച്ച സാമൂഹിക പ്രതിബദ്ധതയാകാം, സത്പ്രവർത്തികളാകാം, എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഒരു ഐക്യത്തിൽ നിന്ന് ഒരു ഓപ്പൺനെസ്, ഒരു പുതുമയിലേക്ക്, ഒരു ജീവനിലേക്ക്, ഒരു നന്മയിലേക്കുള്ള ഒരു തുറവി. തന്നിൽ തന്നെ കെട്ടിക്കിടക്കുന്നത് സ്നേഹമല്ല. രണ്ടുപേരും മാത്രം സ്നേഹിക്കുന്നു, വേറെ ആരും വേണ്ട, മക്കളും വേണ്ട, അയൽവക്കക്കാരും വേണ്ട, ആരും വേണ്ട എന്ന് പറയുന്നത് വിവാഹത്തിലെ സ്നേഹമല്ലല്ലോ. അപ്പൊ ഈ സ്നേഹത്തെ ഒന്ന് നിർവചിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല്, ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നൽകിക്കൊണ്ട് രണ്ടുപേരും കൂടി ഒന്നാണ് എന്നൊരു ഫീലിംഗ് രൂപപ്പെടുത്തിയെടുക്കാം. ആ ഫീലിംഗിൽ നിന്റെ അനുഭവത്തിൽ നിന്ന് അത് കുഞ്ഞുങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും ഒക്കെ വഴി തുറക്കുക. ഇതാണ് ഇതിനെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ വിവാഹ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു യുണീക്നെസ്. വേറെ ഒരു ബന്ധത്തിലും മുഴുവനായിട്ട് കൊടുക്കണില്ലല്ലോ. വ്യക്തിബന്ധങ്ങളിലെ സൗഹൃദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഴുവനായിട്ട് കൊടുക്കലൊന്നുമില്ല. മാതാപിതാ മക്കൾ ബന്ധത്തിൽ മുഴുവനായിട്ട് കൊടുക്കലില്ല. അയൽവക്ക ബന്ധത്തിലോ സഹോദര ബന്ധത്തിലോ ഇതൊന്നുമില്ല. ഓൺലി ഇൻ മാരേജ്. അതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഈ ഒരു ബന്ധം ആരംഭിച്ച് ഇപ്രകാരമുള്ള ഒരു സ്നേഹം റിയലൈസ് ചെയ്തെടുക്കണം. അത് ഒറ്റ ദിവസം കൊണ്ട് വരില്ല. വർഷങ്ങളോളം എടുത്തിട്ടാണ് ചിലരൊക്കെ റിയലൈസ് ചെയ്യുന്നത്. ചിലർ വിവാഹത്തിന്റെ എന്താ പറയുക, വർഷങ്ങൾ പിന്നിടുന്തോറും ആ ആഴം കൂടി വരുന്നത് അനുഭവിക്കും. ഇതാണ് ഈ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഗ്രേസ് റിപ്പേഴ്സ് ട്രെയിനിങ് വഴിയൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്നേഹത്തിന്റെ ആഴമാണ്. ഇപ്പൊ നമ്മൾ പ്രണയം എന്നൊരു വാക്ക് പറയാറുണ്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ പ്രാണൻ നൽകുന്ന സ്നേഹത്തിന് പറയുന്ന പേരാണ് പ്രണയം എന്ന് പറയുന്നത്, അല്ലെ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ജീവിത സഖി ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രമാത്രം അവർ നിങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറി. അതാണ് ആ ബന്ധത്തിന്റെ തീവ്രത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ബന്ധം ശരിക്കും പറഞ്ഞാൽ യുണീക്കായിട്ടുള്ള ബന്ധം, അതിന് വ്യത്യസ്ത ഡൈമെൻഷൻസ് ഉണ്ട്. അത് ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒരു 15 എണ്ണം ഞാൻ പറയാം. 15 എണ്ണം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് എന്താ പറയാ, നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒന്ന് പോയാൽ മതി ഞാനിത് പറയുന്ന സമയത്ത്. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു
ഒരുമ, ഐക്യം, പ്രണയം ഇതൊക്കെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ, ജീവനിലേക്ക് തുറവിയുള്ള വിധത്തിൽ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നമ്മൾ കാണുന്ന 15 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആരോട് ചോദിക്കും ഞാൻ, ഈ ഫ്രാൻസിസ് വർഗീസ് എന്ന് പറഞ്ഞ ഒരാളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഫ്രാൻസിസ് വർഗീസ്. പറ്റുന്നില്ല? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല? എന്നാ കുഴപ്പമില്ല, പറ്റുന്നില്ല. ഓക്കെ, എന്നാൽ നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം. സിനു സിജോട് നേരത്തെ ചോദിച്ചു. ഒന്നല്ല. ഓക്കെ, ഫ്രാൻസിസ് ആൻഡ് വൈഫിന്റെ പേരെന്താ? മോളി. ശരിക്കും ഈ മോളി എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ കാല് മുറിഞ്ഞാൽ ഫ്രാൻസിസിന് വേദനിക്കോ? കേട്ടില്ല. ഈ മോളിയുടെ കാല് മുറിഞ്ഞാല് ഫ്രാൻസിസിന് വേദനിക്കോ? വേദനിക്കണമല്ലോ. വേദനിക്കണം. കറക്റ്റ്. വേദനിക്കണമല്ലോ. 2 തരം വേദനയുണ്ട്. ഏത് വേദനയാണെന്ന് ഫ്രാൻസിസ് ഞങ്ങളോട് പറയോ? 2 തരം വേദനയുണ്ട്. ആദ്യത്തെ വേദന എന്ന് പറഞ്ഞാൽ തലവേദനയാണ്. ഈ സാധനത്തിന് ഇനി ആസ്പത്രി കൊണ്ടുപോകണമല്ലോ. ഇനി വീട്ടിലെ ഭക്ഷണം ആരുണ്ടാക്കും? ഇതിന് നോക്കി നടക്കാൻ പറ്റില്ലായിരുന്നു. ഒരു തരം തലവേദനയാണ്. ഇത് ഒരു തരം വേദനയാട്ടോ. രണ്ടാമത്തെ തരം വേദനയുണ്ട്, ഹൃദയവേദന. ആളുടെ കാല് മുറിഞ്ഞപ്പോ എന്റെ കാല് മുറിഞ്ഞാൽ എന്ന പോലെയുള്ള ഒരു വേദന. ഫ്രാൻസിസിന് ഏത് വേദനയായിരിക്കും എന്ന് ഞങ്ങളോട് പറയാമോ? എന്റെ കാല് മുറിഞ്ഞാലെന്നുള്ള വേദന, ഹൃദയവേദന അല്ലേ? കറക്റ്റ് അല്ലേ? ആളുടെ കാല് മുറിഞ്ഞേക്കണം കേട്ടോ. എന്നാൽ നമ്മുടെ കാലം മുറിഞ്ഞ പോലെയുള്ള വേദന ഉണ്ടാവും. ഭക്ഷണമൊക്കെ എനിക്കറിയാണ്ടാക്കാനുണ്ട്. അതൊന്നും ഒരു പ്രശ്നം, തലവേദന ഉണ്ടാവില്ല. കറക്റ്റ് അല്ലേ? നോക്കിയേ, ആളുടെ കാല് മുറിഞ്ഞപ്പോ ഈ ഫ്രാൻസിസിന് ഇത്ര ഹൃദയവേദന ഉണ്ടാവാൻ കാരണം എന്താ? കാരണം ആളുടെ കാലും ഫ്രാൻസിസും തമ്മിൽ കണക്റ്റഡാ. നമ്മുടെ കാലും നമ്മൾ തമ്മിൽ കണക്റ്റഡാ നമുക്കറിയാം. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ കാലും നമ്മൾ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ ഈ ഒരു നാഡീ വ്യൂഹമാണല്ലോ ഈ ശരീരം മൊത്തം. അതുകൊണ്ടാണ് ശരീരത്തിന് ഒരു സ്ഥലത്ത് ഒരു വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് മൊത്തം ഫീൽ ചെയ്യുന്നത്. ഇതുപോലെ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഒരു ശരീരമായി തീരുന്നു. ബൈബിളിൽ പറയുന്നതിന്റെ ആ അർത്ഥം എന്ന് പറയുന്നത് ഒരു നാഡീ വ്യൂഹ ബന്ധമായിട്ട്, ഒരു ശൃംഖലയായിട്ട് ഭാര്യയും ഭർത്താവും മാറാണെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ആ സ്നേഹത്തിന്റെ ഇത് ക്രിയേറ്റ് ചെയ്യാം. അതാണ്. നമ്മൾ ഭിക്ഷക്കാരനായിട്ട് ഇങ്ങനെ വരുന്നില്ല, അയൽവക്കക്കാരായിട്ട് വരുന്നില്ല. ഇതുപോലെ ഒരു നാഡീവ്യൂഹ ബന്ധം. ആ ആഴം അത്രയാണ്. ഇതിനകത്ത് 15 ഡയമെൻഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തത് ഫ്രാൻസിസിനോട് തന്നെ ഞാൻ ചോദിച്ചു നോക്കാം. ഫ്രാൻസിസ് സ്വയം ത്യാഗമേറ്റെടുത്ത് ഭാര്യയ്ക്ക് ഒരു ശുശ്രൂഷ വേണമെങ്കിൽ ചെയ്യൂലേ? തീർച്ചയായിട്ടും ചെയ്യും. അതിന് പറയുന്ന പേരാണ് കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധത. സ്വന്തം ക്ഷേമത്തെക്കാൾ കൂടെയുള്ള ആളുടെ ക്ഷേമം അന്വേഷിക്കുക അല്ലേ? ഇപ്പോ ഭർത്താവിന് രാത്രി എന്തെങ്കിലും പനി വന്നു, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യും? എടുത്തു കൊടുക്കൂലേ? നമ്മൾ ഉറക്കാന്ന് പറഞ്ഞ് കിടന്നുറങ്ങോ? ഇല്ലല്ലോ. ഇല്ല. കമ്മിറ്റ്മെന്റ് ആണത്. അതായത് ഞാൻ ആരെ വിവാഹം ചെയ്തുവോ ആ വ്യക്തിയോട് എനിക്ക് അയാളുടെ നന്മയിൽ ഒരു പ്രത്യേക താല്പര്യവും അതിനുവേണ്ടി ത്യാഗം ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ട്. ആ കമ്മിറ്റ്മെന്റിന്റെ മറ്റൊരു ഭാഗമാണ് ലോയൽറ്റി. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരമുള്ള വിധേയത്വം. അതോടൊപ്പം തന്നെ ഫിഡലിറ്റി, വിശ്വസ്തത. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഞാൻ എന്ത് കമ്മിറ്റ്മെന്റ് ആണോ, അതായത് നിങ്ങൾ വിവാഹം തുടങ്ങുന്നത് തന്നെ ഒരു കമ്മിറ്റ്മെന്റിലാണല്ലോ. നിങ്ങൾ പ്രോമിസ് ചെയ്യാണല്ലോ ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടി ആരംഭിക്കുന്ന ആ കമ്മിറ്റ്മെന്റ് പരസ്പരമുള്ള ഒരു പ്രതിബദ്ധതയായിട്ട് വളരാണ്. അങ്ങനെ നിങ്ങളുടെ കൂടെയുള്ള ആളുടെ നന്മയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാം. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവിന് ഞാൻ കണ്ടു. അപ്പോൾ ഭർത്താവ് കടം വന്ന് കടത്തിന്റെ കൂടും വന്ന് എല്ലാം നശിച്ചു. ഭാര്യ വീട്ടിൽ നിന്ന് തന്ന സ്വർണ്ണമൊക്കെ ഊരി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചേട്ടത് കൊണ്ടുപോയി പണയം വെക്കും, അല്ലെങ്കിൽ വിൽക്ക്. കാരണം ആ ഭർത്താവിന്റെ അവസ്ഥയിലെ ഭാര്യയ്ക്ക് അയാളോട് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ ചേർത്ത് പിടിക്കണം എന്നൊരു തോന്നൽ വരികയാണ്. കമ്മിറ്റ്മെന്റ് ആണത്.
കമ്മിറ്റ്മെന്റ്. അത് ഈ ബന്ധത്തിന്റെ പ്രത്യേകത. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഇതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചിലര് കുറവുകൾ വിട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, അവിടെ കമ്മിറ്റ്മെന്റ് ഇല്ല. പക്ഷെ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് കമ്മിറ്റ്മെന്റ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മനസ്സിലുള്ള ആശയമാകാം, വികാരമാകാം, അതിനെ ഒട്ടും ചോർന്നു പോകാതെ എൻ്റെ കൂടെയുള്ള ആളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അതാണ് ഈ വിനിമയം എന്ന് പറയുന്നത്, ആശയവിനിമയം. അതെൻ്റെ വികാരങ്ങളാകാം, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളാകാം. അപ്പൊ ഇങ്ങനെയുള്ള ദമ്പതികൾ എന്ത് ചെയ്യും? ഒരുമിച്ചിരുന്ന് സംസാരിക്കും. ഇതിനകത്ത് ചില ദമ്പതികളൊക്കെ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് സംസാരിക്കും. അവർ രണ്ടുപേരും മാത്രമായിട്ട് സംസാരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അവരിലുള്ള ആശയത്തെ വളരെ മനോഹരമായിട്ട് ക്ലാരിറ്റിയോട് കൂടി മറ്റേ ആളിലേക്ക് എത്തിക്കും. അയാളുടെ ഫീഡ്ബാക്ക് തിരിച്ച് അതുപോലെ തന്നെ കിട്ടും. ഒരുമിച്ചിരുന്ന് സംസാരിക്കും. നമ്മൾ ഈ ഗാഢ സംഭാഷണം എന്നൊക്കെ പറയണില്ലേ, അതുപോലത്തെ സംഭാഷണങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ തന്നെ ഇപ്പോ ഭർത്താവ് വന്നിട്ട് പറയാണ്, ഇന്ന് ജോലി സ്ഥലത്ത് വളരെ മോശമായിരുന്നു, മേലുദ്യോഗസ്ഥൻ ഫയർ ചെയ്തു എന്ന് പറയാണ്. അപ്പൊ ഭാര്യ എന്തു പറയും? അപ്പൊ ഭാര്യ പറയും, ചേട്ടന് വിഷമയല്ലേ? എമ്പതൈസ് ചെയ്യും. എമ്പതൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സഹാനുഭൂതി പ്രകടിപ്പിക്കും. അത് ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് വരും. ഒരാളുടെ നീഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കോംപ്ലിമെന്ററി കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ദാമ്പത്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. നമ്മൾ ഈ പറഞ്ഞ ഒരുമയുടെ ഒരു പ്രത്യേകതയാണ് ഞാൻ ഈ പറയുന്നത്, നല്ല ആശയവിനിമയം. ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്ത് നിങ്ങളുടെ വികാരങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ എൻ്റെ വൾണറബിലിറ്റി, എൻ്റെ ബലഹീനതകള്, എൻ്റെ കുറവുകള് ഞാൻ തുറന്നു പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആള് ജഡ്ജ് ചെയ്യാതെ, മുൻവിധി കൂടാതെ അത് കേൾക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യോ? അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അതിന്റെ ഭാഗമാണ് നല്ല ആശയവിനിമയം നടത്താനുള്ള ശേഷി. ഓക്കെ, ദെൻ മൂന്നാമത്തത് കമ്പാനിയൻഷിപ്പ്. കമ്പാനിയൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല സൗഹൃദം ഉണ്ടാവും നിങ്ങളുടെ ഇടയിൽ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ വിവാഹത്തിലെ സ്നേഹത്തിന്റെ ഒരു ഘടകമാണ് കേട്ടോ. നല്ല സൗഹൃദം. സൗഹൃദത്തിന്റെ പ്രത്യേകത എന്താ? അല്ലെ, ഇപ്പൊ നിങ്ങൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്ന് തോന്നുന്നുണ്ടോ? അതോ പതുക്കെ പോയാൽ മതി എന്ന് തോന്നുന്നുണ്ടോ? ചില ഭർത്താക്കന്മാരുണ്ട്, വീട്ടിൽ വന്ന ഉടനെ കുളിച്ചൊരുങ്ങിയിട്ട് പിന്നെ കടയിലെ വേറെ എവിടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയിരിക്കും. പിന്നെ അത്താഴം കഴിക്കാൻ സമയത്തേ വരുള്ളൂ. നിങ്ങൾ കൂടെ ആയിരിക്കുന്നത് എൻജോയ് ചെയ്യുക, ബീങ് ടുഗദർ, നിങ്ങളുടെ കമ്പനിയെ എൻജോയ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റുകളൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ഭാര്യയ്ക്ക് ഒരു ചെടിത്തോട്ടമുണ്ട്. ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് കുറച്ചു നേരം ആ ചെടിത്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ സഹായിക്കണം. എങ്ങനെയുണ്ട് ഐഡിയ? ഷെയറിങ് ഇൻട്രസ്റ്റ്. അത് ഈ കമ്പാനിയൻഷിപ്പിന്റെ ഭാഗമാണ്, സൗഹൃദത്തിന്റെ ഭാഗമാണ്. അതുപോലെ ചിലപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഹോബീസ് ഒക്കെ ചെയ്യാം. ഇപ്പൊ ചില ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരുമിച്ച് യോഗ ചെയ്യണവരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള സൗഹൃദ അന്തരീക്ഷം ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. പിന്നെ നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട, വിവാഹത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു സാധനമാണ് എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താ? എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാനുഭൂതി. മറ്റൊരാളുടെ വികാരത്തെ പ്രോപ്പറായി മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ശേഷിക്ക് പറയുന്ന പേരാണ് എമ്പതി. ഭാര്യ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ പഠന വിഷയത്തിൽ ഒരു വിഷയത്തിൽ തോറ്റുപോയപ്പോ ഭർത്താവ് അതിനോട് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാ? തോറ്റത് നിനക്ക് വിഷമമുണ്ടല്ലേ? സാരില്ല, ഒരു വിഷയത്തിനല്ലേ പോയിട്ടുള്ളൂ, മുഖ പിടിക്കാനേ, ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനേ, നമുക്ക് മുമ്പോട്ട് പോകാനേ എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് ഈ സ്നേഹത്തിന്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ്. എമ്പതി, ചേർത്ത് പിടിക്കും, അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കും, അതിനോട് പ്രോപ്പറായ രീതിയിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന വിധത്തിൽ പ്രതികരിക്കും. ഓക്കെ, എമ്പതി. ദെൻ അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചാമത്തത്, കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ. കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്ന പരിഹാര പാഠവം. അത് നല്ല ബന്ധത്തിലുണ്ടാവും. പ്രശ്ന പരിഹാര പാഠവം എന്താണ്? ഈ പ്രശ്ന പരിഹാര പാഠവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ചോദിച്ചോട്ടെ, ലീമേഷിനോടാണ് ചോദിക്കുന്നത്, ലീഡറാണ് ലീമേഷൻ. ഷിഫി ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാ. ലീമേഷ് ആപ്പിൾ ആണെങ്കിൽ ഭാര്യ എന്തായിരിക്കും? ആപ്പിളോ?
ലീമേഷ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ആണെങ്കിൽ ഭാര്യ എന്തായിരിക്കും? കത്തിയായിരിക്കും. സത്യോ? എന്റെ ദൈവം, വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ടായിരിക്കും. ഏതാ അത്? ഏത്? ഓറഞ്ച് ആയിരിക്കും. ഓറഞ്ച് ആയിരിക്കും. ഓറഞ്ച്. ലീമേഷ് 27 വർഷത്തെ ഗ്രേസ്, അല്ല 27 മാസത്തെ ഗ്രേസ് റിപ്പസ് പരിശീലനം നന്നായി ഏറ്റവും എനിക്ക് മനസ്സിലായി. ഏതായാലും ഒരു കാര്യം തിരിച്ചറിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷം കൊണ്ട് ഒരിക്കലും എന്റെ ഭാര്യ എന്നെ പോലെ ആപ്പിൾ അല്ല, ഓറഞ്ചാണ്, അല്ലേ? പക്ഷെ ഈ ലീമേഷ് തുടക്കത്തില് ആപ്പിളായ ലീമേഷ് ഷിഫീനെ, ഓറഞ്ചായ ഷിഫീനെ ശരിക്കും ആപ്പിളാക്കാൻ ചെറിയൊരു പൈസ നമുക്ക് നടത്തി നോക്കിയില്ലേ? തീർച്ചയായിട്ടും. നടത്തി മനസ്സിലാവുന്നുണ്ട്. അതായത് എല്ലാ ദമ്പതികളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല, അല്ലേ? ഒരു കാര്യം വാങ്ങിക്കുന്നതിനെ കുറിച്ച് വീട്ടിൽ 2 അഭിപ്രായം വന്നാൽ അപ്പൊ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആയില്ലേ? ആ കോൺഫ്ലിക്റ്റുകളെ ആരോഗ്യകരമായ രീതിയിൽ സമാധാനപൂർണമായിട്ട് പരിഹരിക്കാനുള്ള കഴിവ് രണ്ടുപേർക്കും ഉണ്ടാവുക. അത് ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. ചിലരതില്ലാത്തതുകൊണ്ടാണ് കുടുംബ കോടതി പോയി പരിഹരിക്കുന്നത്. അത് ഒരു വലിയൊരു ആർട്ടാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ദെൻ അടുത്തത്, ശരിക്കും പറഞ്ഞ കല്യാണം കഴിച്ച അന്ന് പോലെയാണ് ഇന്ന്. നിങ്ങൾ ഒത്തിരി വളർന്നില്ലേ? അതേ തളർന്നോ? ഈ ജോസേനോട് ചോദിച്ചപ്പോൾ കാര്യം അറിയാൻ പറ്റും. MP ജോസ് എന്ന് പറഞ്ഞ ആൾ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തേ. ചേട്ടനോട് ചോദിച്ചപ്പോൾ കാര്യം അറിയാം. ചേട്ടൻ സംശയിക്കാം. അല്ല വേണ്ട, ചേട്ടന് ഇപ്പൊ വേറെ ആരും സഹായം ഉണ്ടെങ്കിൽ ഈ റെഡ്മി 8 Pro എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ദമ്പതി ഇരിപ്പുണ്ടല്ലോ, അത് നമ്മുടെ ജോളിയാണോ? ഇല്ല, അതെയാ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. നമുക്ക് സമയം കുറവായതുകൊണ്ടേ. അതെ, ഓക്കെ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 31 കൊല്ലായി. എത്ര? 31? ഇതിനകത്ത് ഏറ്റവും നല്ല വർഷം ഏതാ? ഏറ്റവും നല്ല വർഷം ഏതായിരുന്നു ഈ 31 വർഷത്തില്? ആദ്യ വർഷങ്ങളായിരുന്നു. അതിനുശേഷം പിന്നെ തളർച്ചയാണല്ലേ? വളർച്ച ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള വളർച്ചയില്ല. ഓക്കെ, എന്താണ് ആഗ്രഹിച്ചത് പിന്നെ സംസാരിക്കാം നമുക്ക്. ഇപ്പൊ സമയം പറയാം. നല്ലൊരു ബന്ധത്തിന്റെ സൂചന എന്ന് പറയുമ്പോൾ ഓരോ വർഷം കഴിയുന്നവരും വളരും. ഗ്രോത്ത് മനസ്സിലാവുന്നു. രണ്ടുപേരും കൂടി നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് ആദ്യം ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയായിട്ട് അവർ രണ്ടുപേരും വരും, അവരുടെ ബന്ധവും വരും. അതാണ് ഈ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകത. ദെൻ അടുത്തത് എക്സ്ക്ലൂസീവ്നെസ്. മൂന്നാമതൊരാളെ നമ്മൾ ഇതിനകത്ത് പങ്കു ചേർക്കൂല കേട്ടോ. അയൽവക്കത്തെ ഏലിയാമയില്ല, ശോശാമയില്ല, നമ്മൾ മാത്രം. ഓക്കെ, എക്സ്ക്ലൂസീവ്നെസ്. അതിനകത്ത് വെള്ളം ചേർക്കൂല, അപ്പനമ്മേനെ വെള്ളം ചേർക്കൂല, മക്കളെ വെള്ളം ചേർക്കൂല. മക്കളൊക്കെ ഉണ്ടാവും, വരും പോവും, പക്ഷെ നമ്മൾ. ഓക്കെ, അതാണ് എക്സ്ക്ലൂസീവ്നെസ്. ദെൻ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സ്നേഹത്തിന്റെ ഭാഗമാണ് ഫോർഗീവ്നെസ്. കുറവുകൾ ഉണ്ടാവും. ആ കുറവുകൾ ഉണ്ടാവുമ്പോ നമ്മൾ ക്ഷമിക്കും, റീകൺസൈൽ ചെയ്യും, അനുരഞ്ജനപ്പെടും. ഉണ്ടാവില്ലേ? അല്ലേ? പണ്ടത്തെ മുറിവുകളൊക്കെ ഇപ്പോഴും ഉണ്ടെങ്കിൽ ബന്ധം പ്രോപ്പർ അല്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളുണ്ടായ ചില മുറിവുകൾ ഇപ്പോഴും ഇടയ്ക്ക് തികട്ടി വരുന്നുണ്ട് അച്ചോ. അതിന്റെ ദേഷ്യം എനിക്ക് പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ബന്ധത്തിന്റെ എത്തിയിട്ടില്ല, അവിടേക്ക് എത്തണം. ഓക്കെ, ഫോർഗീവ്നെസ്. ദെൻ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി നിറഞ്ഞ മനസ്സ്. നമ്മുടെ പാർട്ണറോടുണ്ടല്ലോ എന്തെന്നില്ലാത്ത നന്ദി. ഇയാൾ എന്നെ കല്യാണം കഴിച്ചല്ലോ. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നോട് പറയാണ്, ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ പറയാണ്, ദേ അച്ഛാ, എൻ്റെ അമ്മ 3ാമത്തെ വയസ്സിൽ മരിച്ചതാണ്. അതിനുശേഷം എനിക്ക് പ്രോപ്പറായ കെയർ ഒന്നും കിട്ടിയില്ലായിരുന്നു. എൻ്റെ സ്വഭാവം വളരെ മോശവുമായിരുന്നു. പക്ഷെ കല്യാണം കഴിച്ച് ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ശരിക്കും ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവള് കാരണമാണ്. നന്ദി. അത് ഈ സ്നേഹത്തിന്റെ വലിയൊരു ഗുണമാണ്, നന്ദി. ദെൻ അടുത്തത് ഇന്റിമസി. ഇന്റിമസി എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഇന്റിമസി, ഫിസിക്കൽ ഇന്റിമസി, ഇന്റലക്ച്വൽ ഇന്റിമസി ആൻഡ് സ്പിരിച്വൽ ഇന്റിമസി. 4 വിധത്തിൽ. വൈകാരിക തലത്തിൽ ഇന്റിമസി. വൈകാരിക തലത്തിൽ ഇന്റിമസിയുടെ പ്രത്യേകത എന്താ? നമ്മൾ ആരോടായിട്ടാണ് വൈകാരികമായിട്ട് അടുത്തിരിക്കുന്നത് അയാളെ കുറിച്ചുള്ള നമ്മുടെ എപ്പോഴും ഒരു പോസിറ്റീവായ തോട്ട് ഉണ്ടാവും. അത് നമ്മുടെ ഈ ബന്ധത്തിന്റെ പ്രത്യേകത. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാർട്ണറെ കുറിച്ച് വേറെ ആരുടെയെങ്കിലും അടുത്ത് പോയി കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ, നിങ്ങളുടെ വൈകാരിക അടുപ്പം നഷ്ടപ്പെട്ടു എന്ന്. അപ്പൊ വൈകാരിക അടുപ്പം, അതോടൊപ്പം തന്നെ ശാരീരിക അടുപ്പം, സ്പർശനം. ഇപ്പൊ ഈയിടെ നമ്മുടെ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചർച്ചയാണ്. കളക്ടർ ദിവ്യ എസ് നായർ നമ്മുടെ മുൻ മന്ത്രി K. രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചത്. സ്പർശനമാണത്.
വലിയ വലിയ വൈറലായ കാര്യമാണത് പോസിറ്റീവായിട്ട്. സ്പർശനം, ഭാര്യ ഭർത്താക്കന്മാരെ അടുത്തിരിക്കുകയും സംസാരിക്കുകയും എന്താ പറയുക സ്പർശിക്കുകയും അത് ഈവൻ ഒരു സെക്ഷുവൽ ഇന്റിമസിയിലേക്ക് വരികയും ചെയ്യാം. അതും ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഷെയർഡ് ബിലീഫ് സിസ്റ്റം. നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, രണ്ടുപേരും വിശ്വസിക്കുന്നു, രണ്ടുപേരും ആ വിശ്വാസത്തിന്റെ തനിമയിൽ വളർന്നു വരുന്നു, അത് ഇതിന്റെ ഭാഗമാണ്. പിന്നെ ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുമോ, നമ്മുടെ ഡിസിഷൻ, പരസ്പരം സ്നേഹിക്കാമെന്നുള്ള ഡിസിഷനിൽ നമ്മൾ ഒന്നാണ്, ഒറ്റക്കെട്ടാണ്, പിരിയില്ല. അങ്ങനെയുള്ള അടുപ്പം ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ലോങ് ടൈം സ്റ്റെബിലിറ്റി, അതായത് ഈ റിലേഷൻഷിപ്പിൽ പിരിയണമെന്നില്ല, പിരിയരുത് എന്നാണ് ആഗ്രഹം, അതും ഈ സ്നേഹത്തിന്റെ ഭാഗമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ജീവനിലേക്കുള്ള തുറവി, പ്രൊക്രിയേറ്റീവ്, ഒരു പുതുജീവൻ വരികയാണ്. പിന്നെ അടുത്തതാണ് റെസ്പെക്ട്. എൻ്റെ കൂടെയുള്ള പാർട്ട്ണറുടെ സ്പേസ് ഞാൻ റെസ്പെക്ട് ചെയ്യും, അവരുടെ അഭിപ്രായം ഞാൻ റെസ്പെക്ട് ചെയ്യും. വേണ്ടേ? കല്യാണം കഴിച്ച ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒന്നാന്ന് പറയുമ്പോൾ ആ ഒന്ന് ഞാനാന്ന് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്, ചില ഭാര്യമാരുണ്ട് ആ ഒന്ന് ഞാനാന്ന് പറയുന്നത്. അങ്ങനെയല്ല, രണ്ടുപേരും കല്യാണം കഴിച്ചാലും ശരി രണ്ടുപേരുടേതായ സ്പേസ് റെസ്പെക്ട് ചെയ്യണം, അതിന്റെ ഭാഗമാണ്. ദെൻ 14ാമത്തത് ഷെയർഡ് ഡ്രീംസ് ആൻഡ് ഗോൾസ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. എന്തിനാണ് കല്യാണം കഴിച്ചത് നിങ്ങൾ പരസ്പരം ചോദിച്ചിട്ടുണ്ടാവും? ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല എന്തിനാണ് കല്യാണം കഴിച്ചത്. കാരണം പ്രിസ്യൂം ചെയ്തേക്കാണ്. മക്കളുണ്ടായി അവരെ വളർത്താൻ, എന്തിനിങ്ങനെ വളർത്തണേ? ഷെയർഡ് ഡ്രീംസ് ആൻഡ് ഷെയർഡ് ഒബ്ജക്റ്റീവ്സ്. രണ്ടുപേർക്കും പൊതു ലക്ഷ്യങ്ങൾ ഉണ്ടാവും, പൊതു സ്വപ്നങ്ങൾ ഉണ്ടാവും. ദെൻ അവസാനത്തത് ട്രസ്റ്റ്. യു ബിലീവ് ഇൻ ദ അതർ. വിശ്വസിക്കും മറ്റാളെ. ഓക്കെ, അയാള് വിശ്വസ്ത ഉള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ട്രസ്റ്റ്. ഇപ്പോൾ ഞാൻ ഏകദേശം 15 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹത്തിന്റെ വലിയൊരു സാധനം മനസ്സിലായില്ല. എന്ത്? ഇത് അത്ര എളുപ്പമൊന്നുമല്ലെന്ന്, അത്ര ചെറിയ കാര്യമൊന്നുമില്ലെന്ന്. ഇത് സംതിങ് ഗ്രേറ്റ്. യെസ്. അപ്പൊ സ്നേഹത്തിന്റെ വൈവാഹിക സ്നേഹത്തിന് യുണീക്ക്നെസ് നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? നൗ ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ 4 കപ്പിൾസ് ഉണ്ട്. ലിമ ഷിഫി നേതൃത്വം കൊടുക്കും. നമ്മൾ 4 കപ്പിൾസ് ഇതിനെ ബേസ് ചെയ്തിട്ട് അവർ ഷെയർ ചെയ്യും അവരുടെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ പറഞ്ഞ വിവിധ ഡയമെൻഷൻസിലുള്ള സ്നേഹത്തിന്റെ ഏതായിരിക്കും അവരുടെ വിവാഹ ജീവിതത്തിൽ ഏറ്റവും അധികം റിഫ്ലക്ട് ചെയ്യുന്നത്, അത് അവർ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തും. ഓക്കെ, സ്റ്റാർട്ട്. ലിമേഷ് ആൻഡ് ഷിഫി പ്ലീസ്. ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ഇവരിപ്പോ ഫ്രഷ് ആയിട്ട് ഷെയർ ചെയ്യേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചു ഒരുങ്ങി നേരത്തെ വന്നേക്കുന്നതെന്ന് വിചാരിക്കേണ്ട. ദേ ആർ ഷെയറിംഗ് ഫ്രം ദെയർ ഓൺ എക്സ്പീരിയൻസ്. ഓക്കെ, പ്ലീസ് വെൽക്കം. മൈക്ക് ആൺ മ്യൂട്ട് ചെയ്തോളൂ. ലിമേഷിന്റെ മൈക്ക് മ്യൂട്ട് ആണല്ലോ. ഓക്കെ, പ്ലീസ്. ഓക്കെ. അച്ഛൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലിപ്പോ പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതമായിട്ട്, ഞങ്ങളുടെ മാത്രമല്ല പലരുടെയും ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിലിപ്പോ ആദ്യം പറഞ്ഞത് ത്യാഗത്തെ കുറിച്ചാണ്. അതായത് ദാമ്പത്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പങ്കാളികൾ തമ്മിൽ കാണിക്കുന്ന ത്യാഗം അല്ലെങ്കിൽ സഹനം. തിരുവചനത്തിന്റെ ഒരു ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോ ഈ ത്യാഗം ഏകദേശം അതിനോട് ചേർന്ന് നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പൊ ഏതൊരാളും ചെറുപ്രായങ്ങളിലൊക്കെ കുറെ സമയം ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പൊ രാത്രി 10 മണിക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ അലാം വെച്ചില്ല എന്നുണ്ടെങ്കിൽ 7 മണിയോ 8 മണി വരെ കിടന്ന് ഉറങ്ങാൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ആ പ്രായങ്ങളിൽ. അതേസമയം 5 മണി 5:15 5:30 മുമ്പൊക്കെ ആയിട്ട് എഴുന്നേറ്റ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാര്യ. ജോലിയുള്ളവരാണ്, ഞങ്ങൾ രണ്ടുപേരും ജോലിയുള്ളവരാണ്. അപ്പോ നേരത്തെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്താലാണ് എല്ലാം സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പോ അതുപോലെ തന്നെ നേരെ തിരിച്ച് എനിക്ക് ഷിഫ്റ്റ് ജോലിയാ. അപ്പോൾ ഞാൻ ചിലപ്പോൾ രാവിലെ മോർണിംഗ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ 5:30 പോകും, 5 മണിക്ക് എഴുന്നേറ്റ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരികയും
എന്നെ യാത്ര അയക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 9:30 ജോലിക്ക് പോകുന്നതുവരെ അടുക്കളയിൽ പുറത്തുമായിട്ട് ഇഷ്ടംപോലെ ജോലിയുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവാറും തന്നെയാണ് ചെയ്യണത്. അപ്പൊ ആ ഒരു ത്യാഗത്തെ കുറിച്ച് ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വയം ഏറ്റെടുക്കുന്ന ഒരു ത്യാഗം. അതുപോലെ നമുക്ക് സമയം കുറവായതുകൊണ്ടേ ഒരെണ്ണം പറഞ്ഞാൽ മതി, കാരണം നമുക്ക് ഒരെണ്ണം സമയം പറഞ്ഞു. കുറവായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഷിപ്പി ഓക്കെ, താങ്ക് യു. ഷിപ്പി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ 18 വർഷം കഴിഞ്ഞു. അച്ഛൻ പറഞ്ഞ പോലെ ഒരു ലവ് എന്നുള്ളതിൽ ഒരു കെമിസ്ട്രിയിലേക്ക് കൂടുതൽ കൂടുതൽ എന്താണ് കൂടുതലായിട്ട് ഇപ്പോഴാണ് ആ ഒരു എന്താണ് പരസ്പരമുള്ള ഒരു ലയം കൂടി വരുന്നതായിട്ട് തോന്നുന്നത്. ഒരു പക്ഷെ ട്രെയിനിങ്ങിന്റെ ഭാഗം കൂടി ആയിരിക്കാം. പിന്നെ ആളുടെ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി കിടന്നപ്പോ 2 ആഴ്ചയോളം ലീവ് എടുത്ത് എന്നെ ശുശ്രൂഷിക്കുക, അതൊക്കെ എനിക്ക് വളരെയേറെ എന്താണ് ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നി. അത് മാത്രമല്ല ഞാനും ആഗ്രഹിച്ചത് അത് തന്നെയാണ്. എന്റെ വീട്ടിൽ നിന്നുള്ള ഇവരൊക്കെ പറഞ്ഞു ഞങ്ങൾ നിൽക്കാം, എന്റെ അമ്മയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനും ആ സമയത്ത് ആഗ്രഹിച്ചത് ആളുടെ ഒരു പ്രസൻസ് ആണ്. അതെനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥന, ഞങ്ങൾ ഇപ്പൊ ഈ ആദ്യത്തെ ലെസണിൽ കൈ പിടിച്ച് നിൽക്കണ അത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങിയ ഒരു പ്രയർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രാത്രി കിടക്കുമ്പോ. അതിപ്പോ നമ്മൾ GR-ൽ ചേർന്ന പിന്നെ ആ ഒരു പ്രയറും കൂടി ആഡ് ചെയ്ത് ഞങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും കൈ പിടിച്ച്, എന്നുവെച്ചാൽ ഷിഫ്റ്റ് ജോലി ആയതുകൊണ്ട് എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഉള്ള ദിവസങ്ങളിൽ കൈ പിടിച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ച് പരസ്പരം ചുംബിച്ചാണ് കിടക്കുന്നത്. അത് പിള്ളേര് ഉണ്ടാവും. അത് ആദ്യമൊക്കെ ഞങ്ങൾ പിള്ളേരുടെ മുമ്പിൽ ചെയ്യില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പിള്ളേരും അത് അക്സെപ്റ്റ് ചെയ്തു. അത് ഞങ്ങളുടെ ഒരു റുട്ടീന്റെ ഭാഗമാണ്. ഞങ്ങളും അത് പിള്ളേർ കാണട്ടെ എന്നുള്ള ഒരു, അവരും അത് കണ്ട് പഠിക്കട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ്. അപ്പൊ പ്രയറും കമ്മിറ്റ്മെന്റും ഈ 2 ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയാൻ ആഗ്രഹിച്ചത്. സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഗുഡ്, താങ്ക് യു കേട്ടോ. താങ്ക് യു ലിമേഷൻ ഷിപ്പി. നിങ്ങളുടെ ജീവിതത്തിന്റെ ത്യാഗവും അതുപോലെ തന്നെ ആ പ്രയറിന്റെ ഇന്റിമസിയും അതുപോലെ തന്നെ ജീവിത പങ്കാളി എടുക്കുന്ന സാക്രിഫൈസിന്റെ അപ്രീസിയേഷനും. ദാറ്റ്സ് ഫൈൻ, ഗുഡ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ദമ്പതി നമുക്ക് ഉള്ളത് ലിജോ ആൻഡ് ഗ്രീഷ്മ. ലിജോ ആൻഡ് ഗ്രീഷ്മ ഉണ്ടോ? ഹലോ. യെസ്. എനിക്ക് അതിനകത്ത് പറയാനുള്ളത് 12ാമത്തേതാണ് റെസ്പെക്ട് ഈച്ച് അതേഴ്സ്. അതായത് നമ്മള് വൈഫ് നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നത് വേറൊരു വീട്ടിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പൊ നമ്മൾ അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും എന്തൊക്കെയാന്നുള്ളത് നമുക്ക് നമ്മുടെ മാത്രം കാര്യങ്ങൾ നോക്കാതെ അവരുടെ കാര്യങ്ങളും നമ്മൾ അതിന്റെ കൂടെ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എപ്പോഴും അവരെ ഹെൽപ്പ് ചെയ്യാനും അതിനുള്ള ഒരു തീവ്രത നമ്മൾ എപ്പോഴും കാണിക്കണം. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ വിവാഹ ജീവിതത്തിൽ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എപ്പോഴും എന്തൊക്കെ പറ്റിയാലും എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്ക് നല്ലൊരു ഭാര്യനെ കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനെ ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ലിജോയുടെ ജീവിതത്തിൽ ഭാര്യ റെസ്പെക്ട് ചെയ്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടാവോ? റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തിയുടെ ഇഷ്ടങ്ങള് എന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ കിച്ചണിലായാലും ഫുഡായാലും എന്റെ ഇഷ്ടം അനുസരിച്ചാണ് പുള്ളിക്കാരത്തി ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും പറയും, നീ അത് എന്റെ കാര്യം നോക്കണ്ട, നീ നിന്റെ നോക്ക്, എന്നിട്ട് അത് ഞാൻ നോക്കണം. പക്ഷെ എന്നാലും പുള്ളിക്കാരത്തി അത് ആ രീതിയിലേ ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു റെസ്പെക്ട് ഉണ്ട്. റൈറ്റ്, ഓക്കെ, ശരി, ഫൈൻ. ഗ്രീഷ്മ. ഓക്കെ, ഹലോ. കേൾക്കാം. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സപ്പോർട്ടീവാണ് എൻ്റെ ഹസ്ബൻഡ്. എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് തരാറുണ്ട്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാനും എനിക്ക് ഉണ്ടാവുന്ന വിഷമങ്ങളും എല്ലാം ഷെയർ ചെയ്ത്. കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, കേൾക്കാവോ? സ്വരത്തിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് കൊണ്ട് ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്.
രണ്ടാമത്തെ കാര്യം മക്കളെ നോക്കാനും ബാക്കി കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ബാരിയർ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. അത് ഇന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഇത് ഇന്ന ആളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാം ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. അതായത് ഇപ്പൊ എനിക്കിപ്പോ വേറൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അപ്പൊ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് വെച്ചാൽ അത് ഹസ്ബൻഡ് അതെന്നെ ഹെൽപ്പ് ചെയ്യും. അത് കണ്ടറിഞ്ഞ് ചെയ്യും. ഇപ്പൊ ചിലപ്പോ എനിക്ക് മൂത്ത കുട്ടികളെ പഠിപ്പിക്കാനുള്ള സമയത്താണെങ്കിൽ ചിലപ്പോൾ ഇളയ കുട്ടികളെ നോക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ചില കിച്ചണിൽ എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പം ഞങ്ങളുടെ ഡ്യൂട്ടീസ്, അതായത് കുടുംബത്തുള്ള ഡ്യൂട്ടീസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ഷെയർ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്. പരസ്പരം റെസ്പെക്ട് ചെയ്യുകയും ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം നിലനിർത്തുകയും മാത്രമല്ല ഈ ജോലികളൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു അനുഭവം. ഓക്കെ, ഗുഡ്, കൊള്ളാം. ദെൻ ജോളി ആൻഡ് ധന്യ. യെസ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മള് വിവാഹത്തിന് മുമ്പ് നമ്മള് ഉണ്ടാകാതിരുന്ന ചില സ്നേഹത്തിന്റെ പുതിയ ഘടകങ്ങൾ വിവാഹത്തിന് ശേഷം വന്നതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ അതിൽ നിന്നും എടുത്ത് പറയാം. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പുതിയ ഒരു സ്നേഹത്തിന്റെ ഒരു പുതിയൊരു ഇത് അന്വേഷണം. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു 15 മിനിറ്റ് പോയി എന്റെ ജോലി സ്ഥലത്തേക്ക്. എന്റെ ജോലി സ്ഥലം അങ്കമാലിയാണ്. അപ്പൊ ഞാൻ കാലടിയിൽ നിന്ന് അങ്കമാലി വരെ പോകുന്നതിനിടയ്ക്ക് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അപ്പൊ തന്നെ ആള് വിളിച്ച് ചോദിക്കും, എത്തിയോ, അവിടെ എത്തിയോ, എങ്ങനെയുണ്ടായിരുന്നു, പോണ വഴിക്ക് തിരക്കുണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചോദിക്കും. ഇങ്ങനെ ഇയാള് അങ്ങനെ ചോദിച്ച് പല തവണ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരുന്ന ചില ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മളൊരു യാത്രയില് നല്ല പൊരിവെയിലത്ത് ഇടയ്ക്കെങ്ങാനും നമ്മൾ ഒരാളെ കണ്ട് അല്പം സമയം വൈകിയെങ്കിൽ ചിലപ്പോ ഒരു റിങ് അടിക്കും, അടുത്ത റിങ് അടിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ 2 തവണ അടിച്ചാലും സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കും. അപ്പൊ രണ്ടാമത്തെ റിങ് അടിക്കുമ്പോൾ ഞാൻ നിർത്തും. തണലാകട്ടെ വെയിലാകട്ടെ, ചിലപ്പോൾ വെയിലത്തായിരിക്കും നിൽക്കണം. ഈ ആള് ചോദിക്കും, എത്തിയോ, പോണ സമയത്ത് തിരക്കുണ്ടായോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ അതിനകത്ത്. അത് പിന്നീട് അതിന്റെ പോസിറ്റീവ്നെസ് നമുക്ക് മനസ്സിലായി. ഇയാളുടെ ഈ അന്വേഷണം യാത്രയിൽ മാത്രമല്ല, ഇയാള് ആഘോഷ പരിപാടികളിലായി. ഇപ്പൊ നമ്മളൊരു പരിപാടിക്ക് പോകാൻ ആ പരിപാടിയിൽ പങ്കെടുത്തോ, അവിടെ ഭക്ഷണം കഴിച്ചോ, നന്നായോ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുക. ചില സമയത്തൊക്കെ നമുക്ക് അരോചകമായിട്ട് തോന്നുന്നെങ്കിലും പിന്നീട് അത് ചോദിച്ചത് നന്നായല്ലോ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഒരു ആഘോഷവേളയിൽ എനിക്ക് പാട്ട് പാടുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ പാട്ട് പാടുന്ന സമയത്ത് ഒരു കരോക്കെ പാടുന്ന സമയത്താണ് പുള്ളിക്കാരത്തി അത് വിളിച്ചപ്പോ ആ കരോക്കെ അവിടെ കട്ടായി. അപ്പൊ പുള്ളിക്കാരത്തി ചോദിക്കുന്നത്, അവിടെയാണെങ്കിൽ ബ്ലൂടൂത്തിൽ വെച്ചിട്ട് അവിടെയും കേക്കാണ്, സുഖാണോ, എത്തിയോ, എന്തൊക്കെ ഭക്ഷണം കഴിച്ചേ. ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. പക്ഷെ ഈ അന്വേഷണം എനിക്ക് പിന്നീട് കുറെ കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ ബിസിനസ്സിലായാലും ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, വളരെ ടെൻഷനിലൂടെ പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്ന ഒരു വളരെ ഒരു മാറ്റം ഉണ്ടായ ഒരു കാര്യം, അത് ഞാൻ ഓർമ്മയിൽ വരികയാണ്. പിന്നെ ഒരു ആലിംഗനം എന്ന് പറയും. ആലിംഗനം എന്ന് പറയുന്നത് നമ്മളൊരു വഴിക്ക് പുറപ്പെടുമ്പോൾ തന്നെ ആലിംഗനം ചെയ്യുക, പല കുട്ടികളെ ആലിംഗനം ചെയ്യുക. ഇത് ഇവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ ഇവരുടെ ഫാമിലിയിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ അപ്പനും അമ്മേനെ അങ്ങോട്ട് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഉമ്മ വെക്കുക. അവിടെ ഒരു ഉമ്മയില അപ്പുറം ഇപ്പുറം ഉമ്മ വെക്കുക, നെറ്റിത്ത് ഉമ്മ വെക്കുക. ഇത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തൊരു സാധനം. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ ഒരു കൃഷിക്കാരുടെ ഒരു കുടുംബമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ എന്നും പണി അധ്വാനം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സ്നേഹം ഉള്ളിൽ ഒതുക്കുക, പ്രകടമാവുന്ന ഒരു സ്നേഹം കാണിക്കുന്ന ഒരു വീട്ടുകാരല്ല. പക്ഷെ ഞാൻ വളരെ മാറ്റങ്ങൾ ഇവരിൽ നിന്നും എനിക്ക് ലഭിച്ച രണ്ടാമത്തെ കാര്യമാണ് ഈ ആലിംഗനം, ചുംബനം എന്നൊക്കെ പറയും. പിന്നീട് എന്റെ മക്കള് ഇത് ഇപ്പൊ എന്നെ വിളിച്ചപ്പോ ഇത്ര ആയതിനു ശേഷം എന്നെ വിളിച്ച് ആലിംഗനം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അതൊരു നല്ല ശീലം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നീടുള്ള പറഞ്ഞ ആരാധനയും പ്രാർത്ഥന. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇങ്ങനെ 10 മണിയാവേണ്ടെന്നും വീട്ടിൽ കയറി, കാരണം വീട്ടിൽ കയറിയിട്ട് കാര്യമില്ല.
അങ്ങനെയുള്ള ഒരു ജീവിതത്തിലെ ആയിരുന്നു. ഓക്കെ. കൃത്യമായ സമയത്ത് പ്രാർത്ഥന എത്തിക്കാൻ വരുമോ ഇല്ലയോ എന്ന് ഒരു അന്വേഷിച്ചറിയുന്ന ഒരു ഇത്. അതുപോലെ തന്നെ നമ്മള് ഒരു യാത്രയിലാണെങ്കിൽ ആ സമയത്ത് ഒരു 7 മണി 8 മണി സമയത്ത് യാത്രയിലാണെങ്കിൽ പ്രാർത്ഥന ചൊല്ലാൻ കുട്ടികളെ ഞങ്ങൾ ഫാമിലി സഹിതം പോകണമെങ്കിൽ കുട്ടികളെ ആ പ്രാർത്ഥന ചൊല്ലാൻ പ്രേരിപ്പിക്കുക. അത് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ നല്ലൊരു ഒരു മാറ്റമാണ്. ഒരു പുതിയ ഒരു സ്നേഹത്തിന്റെ നല്ല ചേരുവകളാണ്. വെരി ഗുഡ്. നല്ല അന്വേഷണം. 3 കാര്യങ്ങളാണ് നമ്മളെ സ്നേഹത്തെ കുറിച്ച്. ഫിസിക്കൽ എക്സ്പ്രഷനുള്ള നല്ല പ്രാർത്ഥനാ ചൈതന്യമുള്ള ഒരു ബന്ധം. ഓക്കെ, വെരി ഗുഡ്. ധന്യ ചുരുക്കി പറഞ്ഞോളൂ, എനിക്ക് സമയം കുറവായതുകൊണ്ടാ. എനിക്ക് ജോളിന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോത്സാഹനാണ്. ജോളി എന്നെ 20 വർഷം മുമ്പ് കാണാൻ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വലിയ ഭംഗിയൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഭംഗിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ വരുമ്പോ ആളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഇഷ്ടത്തോടു കൂടിയാണ് ആളെന്നെ കല്യാണം കഴിച്ചത്. അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് 2 തവണ കണ്ടു കഴിഞ്ഞ് ഫസ്റ്റ് വീട്ടിൽ കാണാൻ വന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഞങ്ങള് അങ്കമാലി വെച്ച ദിവസം കണ്ടപ്പോ എന്റെ അടുത്ത് പറയാണ്, ഇന്ന് നല്ല ഭംഗിയിട്ടല്ലോ കാണാനെന്ന്. അത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരുന്നു. അന്ന് ഞാൻ ഒട്ടും ഭംഗിയില്ലാത്ത ആളായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മള് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു പതിവുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ ജോളിയുടെ ഓഫീസിൽ വന്നപ്പോ ജോളി പറയണ, ഇന്ന് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ് അത്. അപ്പൊ അന്നത്തേലും ഭംഗി കൂടിയെന്നാണ് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. പിന്നെ എനിക്ക് കല്യാണം കഴിയുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകം വെക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. 23 വയസ്സിൽ എന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോ ഞാൻ ഒരു കറി പോലും എന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കുമ്പോ ജോളി പറയും നന്നായിട്ടുണ്ടെന്ന് പറയും. ഞാൻ ആദ്യമായിട്ട് ജോളിയുടെ ബർത്ത്ഡേക്ക് ഒരു ബിരിയാണി വെക്കാണ്. അന്ന് എനിക്ക് അറിയില്ല, ബിരിയാണി വെക്കാൻ അറിയില്ല, ഒരു ഫുഡ് വെക്കാൻ അറിയില്ല. അന്ന് ഫസ്റ്റ് വെച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് പറയാണ്, ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. നല്ല രസമുണ്ടെന്ന്. സത്യത്തിൽ അതിന് ഉപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ആള് പറഞ്ഞു ഇത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയപ്പോഴാണ് ഇതിനകത്ത് ഉപ്പില്ല എന്ന് അറിയണത്. അപ്പൊ ജോളി പറയണേ, അതൊരു കുറച്ച് ഉപ്പിന്റെ കുറവുള്ളൂ, എന്നാലും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ പടിയിലും ഞാനിപ്പോ ഒരു ഡ്രസ്സ് ഇട്ടാൽ പോലും എന്ത് ചെയ്താലും എനിക്ക് ഭയങ്കര പ്രോത്സാഹനമാണ് ആളുടെ നിന്ന് കിട്ടിയത്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം, അതുപോലെ സ്വാതന്ത്ര്യം. സാധാരണ നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ കിട്ടാത്തതാണ് സ്വാതന്ത്ര്യം. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പോലും ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. പക്ഷെ ജോളിയുടെ കൂടെ കൂടിയ പിന്നെ എനിക്ക് എല്ലാ കാര്യത്തിനും എന്റെ ഒരു ഇഷ്ടത്തിന് എതിർപ്പ് നിൽക്കാതെ, എന്റെ ഒരു സ്വാതന്ത്ര്യത്തിന് തടസ്സപ്പെടുത്താതെ, അതിനൊരു പരിധി വെക്കാതെ എനിക്ക് ജോളി എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യം, എല്ലായിടത്തും പോവാനായാലും എല്ലാത്തിനും എനിക്ക് ജോളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പറയാനുണ്ട്. ഈ 20 വർഷം ആയെങ്കിലും ഇനി നമുക്ക് അടുത്ത ഡിസ്കഷൻസ് ഉണ്ട്. ഇനി അടുത്ത മാസം ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ ബന്ധത്തില് ഈ പറഞ്ഞ ജോലിനകത്ത് സൂചിപ്പിച്ച് കൂടാതെ തന്നെ പ്രോത്സാഹനം, അപ്രീസിയേഷൻ, ചെയ്ത് നന്നായിരുന്നു പറയുക. അതോടൊപ്പം തന്നെ ആ സ്പേസ് കൊടുക്കുക. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, കൊള്ളാം. നമുക്ക് ലാസ്റ്റ് കപ്പിള് ലെസ്ലി ആൻഡ് ലിൻസി. സമയക്കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയിന്റിലേക്ക് കടക്കാം. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഇപ്പൊ ഒരാളുടെ കുറവില് മറ്റേയാള് സഹായിച്ച ആ കുറവിനെ അതിജീവിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പെട്ടെന്ന് തോന്നുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങള് വിവാഹ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് എന്റെ പാരന്റ്സ് ഒക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി അങ്ങനെയാണ് ഞങ്ങൾ ഈ വിവാഹത്തിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഞാനാണെങ്കിലും പള്ളിയിലും കൊയറിലും എല്ലാത്തിലും ആക്റ്റീവ് ആയിരുന്നു. ആ സമയത്ത് നല്ല രീതിയിൽ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. പക്ഷെ വൈഫ് പള്ളിയിലൊക്കെ പോവെങ്കിലും അത്ര തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ആളായിരുന്നില്ല. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് പതുക്കെ എന്നില് ആ പ്രാർത്ഥനയുടെ ഒരു ഇത് ചെറുതായിട്ട് കുറഞ്ഞു വന്ന സമയത്ത്, ആ സമയത്ത് കൃത്യമായിട്ട് ഭാര്യയില് പ്രാർത്ഥനയുടെ രൂപം ഭയങ്കരമായിട്ട് കൂടുകയും അത് കണ്ട് ഞാൻ തിരിച്ച് വീണ്ടും ഈ പ്രാർത്ഥനയുടെ ഒരു ഇതിലേക്ക് വരുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത്. അപ്പൊ അത് എത്രത്തോളം നമ്മള് താന്നു പോകുമ്പോ നമ്മള് അച്ഛൻ പറഞ്ഞ പോലെ ആ രണ്ടും ഒരാളായി മാറുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന കുറവ് തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് ഭാര്യ ആ സമയത്ത് നമ്മളെ പ്രാർത്ഥനയിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. കുറവുകളിൽ നിറവുകളായി മാറുന്ന ഒരു അനുഭവം അല്ലെ? ഗുഡ്. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ്. ഗുഡ്. ദെൻ ലിൻസി, അച്ഛാ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 20 വർഷമായി.
ഈ 20 വർഷത്തില് 10-15 വർഷത്തോളം ഞങ്ങൾ ബിസി ലൈഫായിരുന്നു, രണ്ടുപേരും ജോലിക്ക്. അപ്പോ കൂടുതൽ ഇന്റിമസി വന്നേക്കണത് ഇപ്പൊ ഈ കാലഘട്ടത്തിലാണ്. സാധാരണ എല്ലാവരുടെയും ഈ സമയം എല്ലാവരും പറയും അയ്യോ സ്നേഹം കുറഞ്ഞു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സ്നേഹം കൂടിയേക്കണേണ്. ഭയങ്കര അറ്റാച്ച്ഡ് ആയി. എല്ലാം ഷെയർ ചെയ്യാൻ ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ബിസിനസ് ആണ്, അപ്പൊ ഒരുമിച്ച് ഇരുന്നാണ് എല്ലാം ചെയ്യുന്നതും. അത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ കിട്ടിയതാണ് അങ്ങനെ. അപ്പൊ ഇപ്പയാണെങ്കിൽ കാണാതിരിക്കാനും, അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും കാണാതിരിക്കാനും പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും എല്ലാം സമയവും എല്ലാം ദൈവം ഒരുക്കി തന്നു ഈ ഒരു സാഹചര്യത്തില്. അപ്പൊ ഇപ്പൊ കൂടുതൽ അറ്റാച്ച്മെന്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ഒരു രാത്രി പോലും അങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ല. പുള്ളി കൂടെ ഉണ്ടായിരിക്കണം, അങ്ങനെ ഭയങ്കര ഇന്റിമസിയാണ് ഇപ്പൊ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ വലിയൊരു പ്രത്യേകതയാണ് ഈ ഷെയറിങ്. ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റുക, ഒരുമിച്ച് ഇൻട്രസ്റ്റുകൾ ഷെയർ ചെയ്യുക, ഒരുമിച്ച് ആയിരിക്കുക, ഫിസിക്കലി അവൈലബിൾ ആകുക, അതൊക്കെ വലിയൊരു കാര്യമാണ്. ഓക്കെ, ഗുഡ്. അപ്പോൾ കുറവിൽ നിറവായിട്ടും ഷെയർ ചെയ്തൊക്കെ നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പൊ 4 കപ്പിൾസ് നമ്മളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഇതുപോലെ ഒത്തിരി കഥകൾ പറയാനുണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നമുക്ക് സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ ഇന്ന് ഇച്ചിരി വേഗത്തിൽ നിർത്തുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ഫർദർ ഡിസ്കഷൻ കൂടി ഉണ്ട്, പക്ഷെ അത് നമ്മൾ ഒഴിവാക്കാണ്. ഇനിയിപ്പോ ഇവരുടെ ചർച്ചയുടെ വെളിച്ചത്തിലും നമ്മൾ ഇത്ര നേരം കേട്ടതിനൊക്കെ വെളിച്ചത്തില് ഈ ഒരു മാസം നമുക്ക് ചെയ്യാനായിട്ട് ഒരു കാര്യം കണ്ടുപിടിക്കണം. അത് ഞാൻ ഈ കപ്പിൾസിനോട് പറഞ്ഞിരുന്നു, അവരത് കണ്ടുപിടിക്കണം എന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഒരെണ്ണം നിങ്ങളുടെ മുമ്പിലേക്ക് നിർദ്ദേശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ വിവാഹത്തിലെ സ്നേഹത്തെക്കുറിച്ചാണ്, അതിന്റെ തനതാത്മകതയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന്റെ തനതായിട്ടുള്ള മൂന്ന് ഇപ്പൊ ഇവർ ഷെയർ ചെയ്തതുപോലെയുള്ള 3 പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വാളിറ്റീസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ക്വാളിറ്റീസ് വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു നിർവചനം കൊടുക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, പിരിയാനാകാത്ത, ജീവിതത്തിൽ എന്നും ഒരുമിച്ച് സ്വപ്നങ്ങൾ പങ്കിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദമ്പതിയാണ് ഞങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? ഇത് 3 ക്വാളിറ്റി, നിങ്ങൾ ചൂസ് ചെയ്യുന്ന 3 ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾ ആ ദമ്പതി എന്ന് പറയുന്ന ആ ബന്ധത്തെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അത് ഡിഫൈൻ ചെയ്തിട്ട് ഈ മാസം ഉടനീളം എല്ലാ ദിവസവും ആ കരം കോർത്ത് പിടിച്ച് രാവിലെയോ വൈകിട്ടോ ഒന്ന് ഒരുമിച്ച് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇന്ന് വളരെ അബ്രപ്റ്റ് എൻഡിങ് ആണ്, കാരണം നമ്മൾ സമയം പാലിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ആക്ഷൻ നിങ്ങളോട് നിർദ്ദേശിക്കുകയാണ്. നമുക്ക് അടുത്ത തവണ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ ഇവോൾവ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾക്ക് ആക്ഷൻ കിട്ടിയോ? ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തതിന്റെ വെളിച്ചത്തിൽ വിവാഹത്തിലെ സ്നേഹത്തിന് ഓരോ ദമ്പതികൾക്കും അവരുടേതായ ചില എംഫസിസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്തതനുസരിച്ചിട്ട് ചിലർക്ക് എന്താ പറയാ, എല്ലാത്തിലും ഇങ്ങനെ അന്വേഷിക്കുക, എല്ലാത്തിലും ഇങ്ങനെ ഷെയർ ചെയ്യുക, വൈകാരികമായിട്ട് എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അങ്ങനെ കുറേയേറെ ഘടകങ്ങളുണ്ടല്ലോ. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ 3 എണ്ണം ഐഡന്റിഫൈ ചെയ്ത് രണ്ടുപേരോട് ഇരുന്നത്, എന്നിട്ട് അത് 3 എണ്ണം വെച്ചിട്ട് നിങ്ങൾ ആരാണ്, ദമ്പതി എന്ന നിലയിൽ നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്യും. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ 3 ഗുണങ്ങളുണ്ടല്ലോ, അത് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഡിഫൈൻ ചെയ്യും. എന്നിട്ട് നിങ്ങളത് എല്ലാ ദിവസവും ഒരു പ്രയർ കോണ്ടെക്സ്റ്റിൽ കരം കോർത്ത് പിടിച്ച് ആവർത്തിക്കുക. ഓക്കെ, കുറവുകളിൽ നിറവുകളായി മാറുന്ന, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന ദമ്പതികളാണ് ഞങ്ങൾ. ദൈവമേ നന്ദി എന്ന് പറഞ്ഞ എല്ലാ ദിവസവും ഒരു 2 മിനിറ്റ് അത് മതി, ഒന്ന് കരം കോർത്ത് പിടിച്ച്. ഇനിയിപ്പോ നിങ്ങൾ ജോലി സംബന്ധമായിട്ടൊന്നും ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോണിലൂടെ എന്തെങ്കിലും യു റിപ്പീറ്റ് എവറി ഡേ 2 മിനിറ്റ്സ്. ഇസ് ഇറ്റ് പോസിബിൾ? പറ്റുമോ? അല്ലേ? ഇന്ന് നമുക്ക് ഇത്രയും വെച്ചിട്ട് അവസാനിപ്പിക്കാം. കാരണം നമ്മൾ പറഞ്ഞതിനേക്കാൾ അല്പം ഒന്ന് തുടങ്ങിയപ്പോഴേ നമുക്കൊരു ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ വെച്ച് അവസാനിപ്പിക്കാം. ചെയ്യട്ടെ? കൺക്ലൂഡ് ചെയ്യട്ടെ? നമുക്കൊരു പ്രയറോടുകൂടി കൺക്ലൂഡ് ചെയ്യാം. പിതാവായ ദൈവമേ, എത്ര മനോഹരമാണ് അങ്ങയുടെ നാമത്തിൽ വിവാഹിതരായ ദമ്പതികൾ പരസ്പരം ലയത്തിലായിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ഈ ദമ്പതികൾ വലിയ അനുഗ്രഹത്താല് ഒരുമിച്ച് വരുവാനും അങ്ങയുടെ സ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടുവാനും ഇവർ കാണിക്കുന്ന നല്ല മനസ്സിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുറവുകളുണ്ട്, പരിമിതികളൊക്കെ ഉണ്ട്, പക്ഷെ അതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഇന്ന് ഞങ്ങൾ വളരെ മനോഹരമായിട്ട് പങ്കുവെച്ച് കർത്താവ് നിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു. ഈ വിവാഹത്തിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്നത് എത്രയോ വലിയ നന്മകളാണ്.
സഭയ്ക്ക് നൽകുന്ന എത്രയോ വലിയ നന്മകളാണ്. ദൈവമേ നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെയുള്ള ദമ്പതികളെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിലേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണം. ഇവർ പരസ്പരം ലയിച്ചു ചേർന്ന് ഇവരുടെ സ്നേഹത്തിലൂടെ അങ്ങയുടെ സുവിശേഷം ഈ ലോകത്തോട് പ്രഘോഷിക്കുക. ഇവരുടെ മക്കൾക്കും സമൂഹത്തിനും ഇവരൊരു അനുഗ്രഹമായി മാറുവാൻ കർത്താവിനെ ഇടവരുത്തുകയും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ഇവരും ജീവിക്കാൻ ഇവർക്ക് വേണ്ടി മാർഗ്ഗം പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ 4 ദമ്പതികൾ വളരെ മനോഹരമായിട്ട് പങ്കുവെച്ചു കേട്ടോ. അതാണ് ശരിക്കും ഗ്രേസ് പിൾസിലെ ഷെയറിങ്. നിങ്ങളുടെ അനുഭവം നിങ്ങൾ വളരെ ഭംഗിയായിട്ട്, അത് കേട്ടവർക്കും തന്നെ അത് അവരുടെ ലൈഫിൽ അവരുടെ അനുഭവങ്ങൾ ഓർത്തെടുക്കാനുള്ള ഒരു വേദിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഗ്രേസ് പിൾസിന്റെ സ്പിരിറ്റ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് വാസ് എൻ എൻറിച്ചിങ് എക്സ്പീരിയൻസ്, ഇസ്ന്റ് ഇറ്റ്? അല്ലേ? നല്ലൊരു അനുഭവം അല്ലായിരുന്നോ? ഓക്കെ, നമുക്ക് അടുത്ത മാസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നമ്മൾ പ്രാർത്ഥന ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും? ഒത്തിരി നന്ദി. നമ്മളെല്ലാവരും ഇത്രയും പങ്കെടുത്തു. എല്ലാവരും അവസാനം വരെ 100 പേരുണ്ടായിരുന്നു എന്നുള്ളതിന് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് എല്ലാ 4ാമത്തെ ബുധനാഴ്ചയും വൈകിട്ട് 9 മുതൽ 10 വരെയാണ് നമ്മളുടെ ഈ പ്രോഗ്രാം. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ഇത് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.